ഹലോ, ഇന്ന് നമുക്ക് റവ കൊണ്ട് പെട്ടെന്ന് ഒരു കേക്ക് ഉണ്ടാക്കാം. ഞാൻ ഇന്ന് ഇവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പ് റവയാണ്. അതൊന്ന് നമുക്ക് മിക്സിയിൽ എടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇത് റവയ്ക്കൊരു തരിതരിപ്പ് ഉണ്ടാവും, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക. ഒരു 2-3 ട്രിപ്പ് ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുത്താലും കുഴപ്പമില്ല. അപ്പോൾ ഒന്ന് നമുക്ക് നൈസായിട്ടൊന്ന് കിട്ടും. അതിന് ശേഷം നമുക്ക് ആ സെയിം ബൗളിൽ തന്നെ ഒരു 3/4 കപ്പ് പഞ്ചസാര അതും ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കാം. നമ്മൾ ഏത് ഗ്ലാസ്സാണോ ഏത് കപ്പാണോ എടുക്കുന്നത് ആ സെയിം അളവെടുക്കാൻ ശ്രദ്ധിക്കുക. സെയിം ഇതിൽ തന്നെ നമുക്ക് ഒരു 3 കോഴിമുട്ടയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സിയിൽ തന്നെ ഇട്ടിട്ട് ഒന്ന് നമുക്ക് പതപ്പിച്ചിട്ട് എടുക്കാം. ഒന്ന് കറക്കിയെടുക്കുക. 1 ടീസ്പൂണ് ഈ മുട്ടയുടെ സ്മെല്ല് മാറാനായിട്ടൊന്ന് 1 ടീസ്പൂണ് വാനില എസൻസും കൂടി ചേർക്കാം നമുക്ക്. എന്നിട്ട് ഒന്ന് മിക്സിയിൽ കറക്കിയെടുക്കാം. അതിൻ്റെ ഒപ്പം 1/2 ഗ്ലാസ് ഓയിൽ എടുത്തിരിക്കുന്നത്, ഏതെങ്കിലും ഒരു റിഫൈൻഡ് ഓയിൽ അല്ലെങ്കിൽ നമുക്ക് ബട്ടർ വേണമെങ്കിൽ യൂസ് ചെയ്യാം. പിന്നെ 1 നുള്ള് ഉപ്പിടാം. അതിന് ശേഷം നമ്മൾ അടിച്ചു വെച്ച മുട്ടയും ഇതൊക്കെ കൂടിയിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്നൊരു റവയെ കാരണം പെട്ടെന്ന് കുറച്ച് കട്ടിയാവും. ഒരു 10-15 മിനിറ്റ് ഒന്ന് നമുക്കതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഞാനിവിടെ ഇതിൽ എടുത്തിരിക്കുന്നത് കൊക്കോ പൗഡറാണ്. 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും അതിനാവശ്യമായിട്ട് കുറച്ച് പാലും കൂടിയിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമുക്ക് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ച റവയുടെ ബാറ്ററിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് റവയുടെ ബാറ്റർ ഒരു 15-20 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. അതിന് ശേഷം നമുക്ക് ഈ കൊക്കോ പൗഡറും പാലും ചേർത്ത ഇതും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കാം. അതിനുശേഷം നമുക്കതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡറാണ് എടുത്തിരിക്കുന്നത്. ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇതും കൂടിയിട്ട് ഇത് ലാസ്റ്റ് ഇട്ടാൽ മതി. നമ്മൾ കേക്ക് ഉണ്ടാക്കുന്നതിന് മുന്നേ ലാസ്റ്റ് ഇതൊന്ന് ചേർത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് എല്ലാ ഇതും കൂടിയിട്ട് നന്നായിട്ട് യോജിപ്പിക്കുക. അതിനുശേഷം നമുക്കൊരു ഏതെങ്കിലും ഒരു പാത്രം, കുക്കറായാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ഒരു അലുമിനിയം പാത്രം, ഏത് പാത്രമായാലും ഒരു 10 മിനിറ്റ് ഒന്ന് നന്നായിട്ട് പ്രീഹീറ്റ് ചെയ്തിട്ട് എടുക്കാം. അതിനുശേഷം നമുക്ക് ഏത് പാത്രത്തിലാണോ കേക്ക് തയ്യാറാക്കുന്നത് അതൊന്ന് നെയ്യ് തടവിയിട്ട് നമുക്ക് ഈ കേക്കിൻ്റെ ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഈ പാത്രം ഒരു 10 മിനിറ്റ് ചൂടാക്കിയതിന് ശേഷം മാത്രമേ ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് പാത്രം ചൂടാക്കുക. അതിന് ശേഷം നമുക്ക് ഈ കേക്കിൻ്റെ ബാറ്ററി നമുക്ക് വയ്ക്കാം. അതൊരു അടച്ച് വെച്ചിട്ട് ഒരു ലോ ഫ്ലെയിമിൽ ഒരു 30-40 മിനിറ്റ്. നമ്മൾ ഒട്ടും തുറന്നു നോക്കരുത്. നമ്മൾ തുറന്നു നോക്കുമ്പോഴാണ് നടുവശം നമുക്ക് ഇങ്ങനെ കുഴിഞ്ഞു പോകുന്നത്. തുറന്നു നോക്കാതെ ഒരു 30-40 മിനിറ്റിൽ നമുക്കൊരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പെട്ടെന്ന് ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇത് നല്ല സോഫ്റ്റാണ്. നമുക്ക് ഇതിൽ വേണമെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സ് എന്ത് വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. ഇത് നമുക്കൊരു സ്നാക്സ് ആയിട്ട് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. കഴിക്കാനായിട്ട് ചായയുടെ ഒപ്പം എല്ലാവരും ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയിട്ട് എടുക്കാനും പറ്റും. താങ്ക് യു.